26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. തിരുവല്ലാമല വികസന സെമിനാറിലേക്ക് CPM നടത്തിയ സമരത്തിന്റെ മറുപടിയായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ. തിരുവല്ലോമല വികസന സെമിനാറിലേക്ക് CPM നടത്തിയ സമരത്തിന് പ്രതികരണവുമായി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ M. ഉദയൻ. ആസ്തിയിലോ ഗ്രാമപഞ്ചായത്ത് മുടക്കിയ ഫണ്ടിലോ വാങ്ങിയതല്ല തീണ്ടാപ്പാറ പ്രദേശത്തുണ്ടായിരുന്ന കുടിവെള്ള ടാങ്ക് എന്നും ആ ടാങ്ക് ഒരു കരാറുകാരന്റേതായിരുന്നു. ടാങ്ക് എടുത്തിട്ട് പോയത് കരാറുകാരന്റെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ബുദ്ധിയായിരുന്നുവെന്നും മറുപടിയുമായി M. ഉദയൻ അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് മുടക്കാതെ ഗ്രാമപഞ്ചായത്തിന്റേതല്ലാത്ത ടാങ്ക് നീക്കം ചെയ്തത് തികച്ചും വ്യക്തിപരമാണെന്നും പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ഈ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ പ്രദേശത്തേക്കായി ജനക്ഷേമം മുൻനിർത്തി ആവശ്യമെങ്കിൽ മാർച്ച് മാസത്തിനുള്ളിൽ ഫണ്ട് വിനിയോഗിച്ച് പ്രവർത്തനം നടത്തുമെന്നും വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ വികസന സെമിനാറിന് മുമ്പ് ഒരു പ്രതിഷേധം രൂപപ്പെട്ടപ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടതുണ്ട്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിച്ച വർഷമാണ് 2024 എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. 2004 ശേഷം തിരുവല്ലാമല കണ്ട ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ട വർഷമായിരുന്നു കടന്നുപോയത് 2024. അന്ന് ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ചെയ്യേണ്ടി വന്നിരുന്നു ഗ്രാമപഞ്ചായത്തിന്. നമ്മുടെ ഏറ്റവും വലിയ തടയണയായ ഐവർമ അല്ലെങ്കിൽ ഭാരതപ്പുഴയ്ക്ക് താഴെയുള്ള തടയണ പോലും വറ്റി വരേണ്ടിയിരുന്നു. പക്ഷെ അന്ന് പോലും ഈ പ്രദേശത്ത്, ഈ സമരം ചെയ്ത പ്രദേശത്ത് കുടിവെള്ള വിതരണം ചെയ്യേണ്ട ആവശ്യം അന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ അത്രത്തോളം രൂക്ഷമായൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മുടക്കാത്ത അല്ലെങ്കിൽ പൊതു ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കാത്ത കരാറുകാരൻ അവിടെ കൊണ്ടുവച്ചൊരു ടാങ്ക്, അത് പാതി പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ കല്ലും ഇട്ടുകൊണ്ട് അവിടെ കിടന്നിരുന്നു. എല്ലാ പ്രദേശത്തെയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 7-ാം വാർഡ് പോലുള്ള പ്രദേശത്ത്, നടയങ്കോട് പോലുള്ള പ്രദേശത്ത് ഇത്തരം വികസന സെമിനാറുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 10-20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നടയങ്കോട് ഭാഗത്ത് 7-ാം വാർഡിൽ അത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതായി എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. അതുപോലെ തന്നെ ജലജീവൻ പദ്ധതിയും പഞ്ചായത്തിലൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പ്രദേശങ്ങളിലേക്കും പൈപ്പ് ലൈൻ എത്തിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ പ്രദേശത്തും അത്തരത്തിലുള്ള പൈപ്പ് ലൈൻ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങുന്നതിന് ജലജീവൻ പദ്ധതിയുമായി കരാറിലേർപ്പെടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് പരിമിതികളുണ്ട്. മറ്റൊരു പദ്ധതിയുമായി ആസൂത്രണ സമിതിക്ക് മുമ്പാകെ പോകുമ്പോൾ അതിന് തീർച്ചയായും അംഗീകാരം നൽകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു ടാങ്കിന്റെ ആവശ്യമില്ല എന്നും അവിടെ നേരിട്ട് കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് നമ്മൾ കൂടുതൽ വലിയ പദ്ധതിക്ക് മുതലാകുന്നത്. എങ്കിലും അവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതിക്ക് ഉള്ള പദ്ധതി 8-ാം വാർഡിൽ നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് വികസന സെമിനാറിനിടയിൽ നടത്തിയ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണത്തിലും പദ്ധതി വിനിയോഗത്തിലും രാഷ്ട്രീയ താൽപര്യം കാണിക്കാത്തതിൽ തിരുവല്ലോമലയിലെ സാധാരണക്കാർ പൂർണ്ണ തൃപ്തരാണെന്ന് അറിഞ്ഞവരാണ് CPM പ്രതിഷേധക്കാർ. ലൈഫ് പദ്ധതി ഉൾപ്പെടെ എല്ലാ പദ്ധതികളും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്തത് ഭരണസമിതിക്ക് അംഗീകാരമാണ്. ജനപ്രീതി നേടിയതിലുള്ള വിരോധം മൂലം പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ സമരമെന്നും ഉദയൻ കൂട്ടിച്ചേർത്തു. CCV ന്യൂസ്, തിരുവല്ലോമല.